എല്ലാ ജൂൺ 21-ാം തീയതികളിലും ലോകം മുഴുവനും യോഗാ ദിനം ആഘോഷിക്കുകയാണല്ലോ. മനുഷ്യ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ആരോഗ്യവത്താക്കി നിർത്താൻ യോഗയേക്കാൾ ഗുണപ്രദമായ ഒരു പരിശീലനക്രമം ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് യോഗയെ മഹത്തരമാക്കുന്നത്. ശാരീരികമായ സമ്പൂർണ്ണ ആരോഗ്യം ലഭിക്കണമെങ്കിൽ മസിലുകളെ കഠിനമാക്കുന്ന പരിശീലനക്രമത്തോടൊപ്പം പോലും മസിലുകളെ സ്ട്രെച്ച് ചെയ്യുന്ന പരിശീലനങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക. യോഗാസനങ്ങൾ പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ മസിലുകളെ സ്ട്രെച്ച് ചെയ്യുന്നതാണ്. അതല്ലാത്ത വിധത്തിലുള്ള യോഗാസനങ്ങളും ഉണ്ട് എന്ന വസ്തുത ഇവിടെ വിസ്മരിക്കുന്നില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിത രീതിയിൽ സംഭവിച്ച മാറ്റങ്ങൾ കാരണം മാനസിക സമ്മർദ്ദം ഏറി വരികയാണ്. മാത്രമല്ല അതുമൂലമുണ്ടാകുന്ന സൈക്കോസോമാറ്റിക് രോഗങ്ങൾ അഥവാ മനോജന്യ രോഗങ്ങൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് എത്രയോ വർദ്ധിച്ചിരിക്കുന്നു എന്നും ആർക്കാണ് അറിയാത്തത്? മാത്രമല്ല ഇന്ന് മനുഷ്യരിൽ കണ്ടുവരുന്ന 95% രോഗങ്ങളും അത്തരത്തിലുള്ളതാണെന്നും ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇത്തരം സൈക്കോസോമാറ്റിക് രോഗങ്ങളിൽ നിന്ന് മോചനം നേടാൻ മനസ്സിനെ ശാന്തമാക്കുകയല്ലാതെ മറ്റ് വഴികൾ ഒന്നും തന്നെയില്ല. അത്തരത്തിൽ മനസ്സിനെ ശാന്തമാക്കുന്ന പ്രക്രിയയാണല്ലോ യോഗയിലെ പ്രധാന പരിശീലനക്രമമായ ധ്യാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നാം ദിവസേന കഴിക്കുന്ന വിഷവസ്തുക്കളും അപകടകരമായ രാസപദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിൽ മറ്റെന്നത്തേക്കാളും ഏറി വരികയും അത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ വർദ്ധിച്ചു വരികയുമാണെന്നും നമുക്കറിയാം. അഗ്രികൾച്ചർ എന്ന സംസ്കാരത്തെ മാറ്റി ആഗ്രോ ഇൻഡസ്ട്രീസ് എന്ന കച്ചവട സംസ്കാരത്തിലേക്ക് നമ്മുടെ കൃഷി മാറിയതോടെയാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇത്രയും വിഷാംശങ്ങൾ ഉണ്ടാകാൻ കാരണമായത്. പക്ഷേ ഇത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അഗ്രോ എന്നല്ല, ഏത് ഇൻഡസ്ട്രിയും രൂപം കൊണ്ടിട്ടുള്ളത് മനുഷ്യ നന്മയെ ഉദ്ദേശിച്ച് മാത്രമല്ല, മറിച്ച് ലാഭം ഉണ്ടാക്കുകയും കൂടിയാണ് അവയുടെ ലക്ഷ്യം എന്നതുകൊണ്ട് തന്നെ ഈ ക്രൂരമായ പ്രക്രിയയിൽ നിന്നും കർഷകർ പിന്തിരിയുമെന്ന് പ്രതീക്ഷിച്ചുകൂടാത്തതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യവത്താക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം എന്നത് ശരീരത്തിൽ കടന്നുകൂടിയ വിഷാംശങ്ങളെ ദൈനംദിനം പുറന്തള്ളാനുള്ള ഏതെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ അത് അനുവർത്തിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ശ്വാസകോശമാണെന്ന് നമുക്കറിയാം. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വലതേ ശ്വാസകോശത്തിലെ 3 ലോബുകളായ ലോവർ ലോബ്, മിഡിൽ ലോബ്, അപ്പർ ലോബുകളെയും ഇടതുവശത്തുള്ള 2 ലോബുകളായ ലോവർ ലോബ്, അപ്പർ ലോബ് എന്നിവയെ എല്ലാം സമഗ്രമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശ്വാസോച്ഛ്വാസമാണ് നമ്മുടെ പൂർണ്ണ ശ്വസനം. അങ്ങനെയുള്ള ഒരു പൂർണ്ണ ശ്വസനത്തിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ യഥാവിധി പുറന്തള്ളാൻ ശരീരത്തിന് കഴിയുകയുള്ളൂ. എന്നാൽ ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസം കഴിക്കാൻ നമുക്കറിയാത്തത് കൊണ്ട് നാം എല്ലാവരും ചുരുങ്ങിയ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസമാണ്, അതായത് ഷാലോ ബ്രീത്തിങ് ആണ് ചെയ്യാറുള്ളത്. ഈ ഒരു തെറ്റ് തന്നെ നിരവധി രോഗങ്ങളിലേക്ക് നയിക്കും. ഇതിൽ നിന്ന് നമ്മെ ശരിയായ ദിശയിലേക്ക് നയിച്ച് നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടിയിട്ടുള്ള വിഷാംശങ്ങളെ പുറന്തള്ളുന്നതോടൊപ്പം ശരീരത്തിലെ രക്തത്തിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും അന്തസ്രാവ ഗ്രന്ഥികളുടെയും പ്രവർത്തനത്തെ ആരോഗ്യവത്താക്കുന്ന യോഗയിലെ പ്രക്രിയയാണ് പ്രാണായാമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നിരവധി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പരിശീലനങ്ങളുടെ ഒരു സമാഹാരത്തെയാണ് യോഗ എന്ന് പറയുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാത്രമല്ല, കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിഷാംശങ്ങൾ കലരുന്ന ഈ കാലഘട്ടത്തിൽ
മാനവകുലത്തെ ആരോഗ്യത്തോടും മനസമാധാനത്തോടും കൂടി നിലനിർത്താൻ സഹായിക്കുന്ന ഏക മാർഗമാണ് യോഗ. യോഗ പരിശീലിച്ച് എല്ലാവർക്കും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എല്ലാവർക്കും യോഗദിന ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.